നമസ്കാരം. മരമഞ്ഞൾ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപൂർവമായി മാത്രം കണ്ടുവരുന്നതും അത്യപൂർവമായി പുഷ്പിക്കുന്നതും ഒട്ടേറെ ഔഷധ ഗുണങ്ങളുമുള്ള ഒരു അത്ഭുത സസ്യമാണ് മരമഞ്ഞൾ. യഥാർത്ഥത്തിൽ ഉള്ള മരമഞ്ഞൾ ഏത് എന്ന തർക്കം കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. കേരളത്തിന് പുറമെയുള്ള സംസ്ഥാനങ്ങളിൽ മരമഞ്ഞളായി ഉപയോഗിക്കുന്നത് ബെർബറിഡേസി കുടുംബത്തിലെ ബെർബറിസ് അരിസ്റ്റേറ്റ എന്ന സസ്യമാണ്. മെനിസ്പെർമേസി കുടുംബത്തിലെ കൊസീനിയം ജനുസിൽ ഫെനസ്ട്രാറ്റം ഇനമാണ് കേരളത്തിൽ ഉപയോഗിക്കുന്ന മരമഞ്ഞൾ. ഈ മരമഞ്ഞളിനെ കുറിച്ചാണ് ഇവിടെ മുഖ്യമായും പ്രതിപാദിക്കുന്നത്. ഇതൊരു വംശനാശ ഭീഷണി നേരിടുന്ന സസ്യമാണ്. പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം കൊസീനിയം ഫെനസ്ട്രാറ്റം എന്നുള്ളതാണ്. മലയാളത്തിൽ മരമഞ്ഞൾ, മഞ്ഞവള്ളി, മരത്തി എന്നൊക്കെ വിളിക്കാറുണ്ട്. മരത്തോട് ചേർന്ന് വളരുന്നതിനാൽ ആദിവാസികളാണ് ഇതിനെ മരത്തി എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ഫാൾസ് കുളുമ്പ, ട്രീ ടർമറിക് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ ദാരു ഹരിദ്ര, കാലിയകം, പീതദ്രുമ, പീതദാരു എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദി ഭാഷയിൽ ഇതിനെ ദാരു ഹൽദി എന്നാണ് വിളിക്കുന്നത്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ കസ്തൂരി പുഷ്പ എന്നാണ് വിളിക്കുക. തമിഴിൽ ഇതിനെ മരമഞ്ഞൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയാണ് മരമഞ്ഞളിന്റെ ജന്മനാട്. ഇന്ത്യ കൂടാതെ ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ മരമഞ്ഞൾ കാണപ്പെടുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ കൂടുതലായും പശ്ചിമഘട്ടത്തിലാണ് ഇവ കാണപ്പെടുന്നത്. നനവാർന്ന ഇലപൊഴിയും കാടുകൾ, നീലഗിരി കാടുകൾ എന്നിവയൊക്കെയാണ് മരമഞ്ഞൾ സ്വാഭാവികമായും വളരുന്ന സ്ഥലങ്ങൾ. ശ്രീലങ്കയിൽ ധാരാളമായി മരമഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. വിപണിയിലെ അത്യാവശ്യത്തിന് അനുസരിച്ച് മരമഞ്ഞൾ ലഭ്യമല്ലാത്തതുകൊണ്ട് മൂപ്പത്തും മുമ്പേ വിളവെടുക്കുകയും തന്മൂലം ഇത് ഇന്ന് വംശനാശ ഭീഷണിയെ നേരിടുകയും ചെയ്യുകയാണ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 30 വർഷത്തിനിടെ മരമഞ്ഞളിൻ്റെ 80% കുറവ് വന്നിട്ടുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. രൂപവരണം നോക്കാം. കരുത്തുറ്റ വള്ളികളുള്ള ഒരു ആരോഹി സസ്യമാണ് മരമഞ്ഞൾ. മരങ്ങളിൽ ചുറ്റിപ്പടർന്ന് വളരുന്ന ഇതിൻ്റെ ഇലകൾക്ക് വെറ്റിലയോട് സാമ്യമുണ്ട്. പൊതുവെ ഇലകൾ വൃത്താകൃതിയിലാണെങ്കിലും അഗ്രം കുറുത്തതാണ്. ഇതിൻ്റെ ഇലകൾ കട്ടിയുള്ളതും ഉപരിതലം തിളക്കമുള്ളതും അടിവശം രോമിലവുമാണ്. മരമഞ്ഞളിന്റെ ആൺചെടിയും പെൺചെടിയും പ്രത്യേകമായി കാണപ്പെടുന്നുണ്ട്. മരമഞ്ഞൾ പുഷ്പിക്കുന്നതിനും കായ്ക്കുന്നതിനും 15 മുതൽ 24 വരെ വർഷങ്ങൾ വേണ്ടിവരും. പൂക്കൾ വളരെ ചെറുതാണ്. ആണും പെണ്ണും പുഷ്പിക്കുമെങ്കിലും പെൺചെടികളിൽ മാത്രമേ കായ ഉണ്ടാവുകയുള്ളൂ. പ്രായമായ വള്ളികളിൽ നിന്ന് നേരിട്ടാണ് പൂങ്കുല പൊട്ടി വിരിയുന്നത്. ഫലം 3 അതിൽ കൂടുതലോ വിത്തുകളുള്ള ഡ്രിപ്പറ്റുകൾ ചേർന്നതാണ്. ഇനങ്ങളെ നോക്കാം. മരമഞ്ഞൾ 2 ഇനം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പൊതുപയോഗങ്ങളെ നോക്കാം. തണ്ടിൽ നിന്നും പച്ചച്ചായം ഉണ്ടാക്കാറുണ്ട്. മഞ്ഞച്ചായം, പച്ചച്ചായം അല്ല, മഞ്ഞച്ചായം. ഇത് തനിച്ചോ മഞ്ഞളിനോട് കൂടെയോ ഉപയോഗിക്കുന്നുണ്ട്. ആധുനിക ഫേസ് ക്രീമുകളിൽ പ്രധാന ചേരുവയായി മരമഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. വിവിധതരം ആൽക്കലോയിഡുകൾ, സെറിൻ ആൽക്കഹോൾ, സാപ്പോണിൻ, ബെർബറിൻ, ഒലിക് ആസിഡ്, ഹെൻഡ്രിയാക്കൊണ്ടൈൻ, സിറ്റാസ്റ്റെറോൾ, ഗ്ലൂക്കോസൈഡ്, പാൽമെറ്റിക് ആസിഡ് എന്നിവ ഈ ചെടിയുടെ തണ്ടിൽ നിന്നും വേരുകളിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. മരമഞ്ഞളിന്റെ വേര്, തണ്ട്, ഉണങ്ങിയ തണ്ട്, ഫലം എന്നിവയെല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു. ആയുർവേദം, സിദ്ധ, യുനാനി, പരമ്പരാഗത നാട്ടുവൈദ്യം എന്നിവയിൽ മരമഞ്ഞൾ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. മരമഞ്ഞൾ കഫപിത്ത വികാരങ്ങൾ, വ്രണം, സോറിയാസിസ്, നേത്രരോഗങ്ങൾ, മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, ക്ഷീണം, പനി, സിഫിലിസ്, ചർമ്മരോഗങ്ങൾ, കർണരോഗങ്ങൾ, മുഖരോഗങ്ങൾ, ചൊറിച്ചിൽ, വിസർപ്പം, വിഷം, പ്രമേഹം, അശ്മരി എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ്. വേരിന് ആന്റിബയോട്ടിക് സ്വഭാവമുണ്ട്. മരമഞ്ഞൾ നല്ലൊരു കൃമിനാശിനി കൂടിയാണ്. ഒരു കുഷ്ഠഹര ഔഷധമാണ് മരമഞ്ഞൾ. മഞ്ഞളിന്റെ ഗുണങ്ങളെല്ലാം തന്നെയും മഞ്ഞളിനേക്കാൾ കൂടിയ അളവിൽ മരമഞ്ഞളിൽ കാണുന്നുണ്ട്. ആയുർവേദത്തിലെ 40ഓളം മരുന്ന് കൂട്ടുകളിൽ മരമഞ്ഞൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ആയുർവേദത്തിൽ രസാഞ്ജനമെന്ന മുഖലേപനത്തിനും അടിസ്ഥാനം മരമഞ്ഞളാണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. മരമഞ്ഞൾ അരച്ചു തേച്ചാൽ വീക്കങ്ങളും തടിപ്പുകളും വ്രണങ്ങളും ചൊറിച്ചിലും ശമിക്കുന്നതാണ്. 2. മരമഞ്ഞൾ കഷായം വെച്ച് കണ്ണു കഴുകിയാൽ നേത്രരോഗങ്ങളും അത് കവിൾ കൊണ്ടാൽ ജിഹ്വാരോഗങ്ങളും ശമിക്കുന്നതാണ്. 3. മരമഞ്ഞളിന്റെ പച്ചത്തൊലി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് 10 മില്ലി വീതം അത്രയും തേനും ചേർത്ത് ദിവസവും 2 നേരം വീതം കുടിച്ചാൽ കാമല അഥവാ മഞ്ഞപ്പിത്തവും
മറ്റ് എന്ന് വെച്ചാൽ കരൾ വികാരങ്ങളും ഒക്കെ ശമിപ്പിക്കുന്നതാണ്. 4 5 ഗ്രാം മരമഞ്ഞളിന്റെ പൊടി 5 മില്ലി തേനിൽ ദിവസം 3 നേരം വീതം കുറച്ചുനാൾ കഴിച്ചാൽ എല്ലാത്തരം കരൾ രോഗങ്ങൾക്കും ശമനമുണ്ടാകും. 5 മരമഞ്ഞൾ, വേപ്പിൻപട്ട, ഏകനായകം, ചിറ്റമൃത്, വേങ്ങാക്കാതിൽ, കരിങ്ങാലി ഇവയുടെ കഷായത്തിൽ ത്രിഫല ചൂർണം ചേർത്ത് ദിവസം 2 നേരം എന്ന കണക്കിൽ പതിവായി സേവിച്ചാൽ പ്രമേഹത്തിന് ശമനമുണ്ടാകും. 6 മരമഞ്ഞളിന്റെ കഷായം ഓരോ ഔൺസ് വീതം 3 നേരം വെച്ച് കുറച്ചു ദിവസം കഴിക്കുകയും മഞ്ഞൾ തൊലി അരച്ച് ലേപനം ചെയ്യുകയും ചെയ്താൽ വ്രണം, ചൊറി എന്നിവയ്ക്ക് ശമനമുണ്ടാകും. 7 മരമഞ്ഞളിന്റെ കഷായത്തിൽ ശുദ്ധമായ പാലും തേനും ചേർത്ത് കുറച്ചു കാലം സേവിച്ചാൽ കണ്ണിന് നല്ല കാഴ്ച ലഭിക്കും. 8 ദന്തപ്പാലയുടെ ഇല ചെമ്പുപാത്രത്തിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് 14 ദിവസം വെയിൽ കൊള്ളിച്ച് അത് വയലറ്റ് നിറമാകുമ്പോൾ ആ എണ്ണ അരിച്ചെടുത്ത് മരമഞ്ഞൾ തൊലി, വേപ്പിൻപട്ട, ഗരുഡക്കൊടി എന്നിവയുടെ ചൂർണം ചേർത്ത് ചീനഭരണിയിൽ കെട്ടിവെച്ച് 21 ദിവസം കഴിയുമ്പോൾ അല്പം എടുത്ത് ദേഹത്ത് പുരട്ടി കുറച്ച് ദിവസം അടുപ്പിച്ച് പുരട്ടിയാൽ വിട്ടുമാറാത്ത ത്വക്ക് രോഗങ്ങൾ, സോറിയാസിസ് എന്നിവയ്ക്ക് ശമനമുണ്ടാകും. 9 മരമഞ്ഞൾ തൊലി, മഞ്ഞൾ, തകരയരി, ഈശ്വരമൂലിയുടെ വേര് ഇവ ഒരേ അളവിലെടുത്ത് അരച്ച് ലേപനം ചെയ്താൽ വണ്ട് കുത്തി ഉണ്ടാകുന്ന വിഷം, വേദന, നീര് എന്നിവയ്ക്ക് ശമനമുണ്ടാകും. 10 മരമഞ്ഞളിന്റെ പച്ചത്തൊലി, ചക്കരക്കൊല്ലിയുടെ ഇല, കീഴാർ നെല്ലി ഇവ ഒരേ അളവിലെടുത്ത് അരച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് ശുദ്ധമായ പാലിൽ ചേർത്ത് പതിവായി കഴിച്ചാൽ പ്രമേഹത്തിന് ശമനം ലഭിക്കും. 11 പച്ചമരമഞ്ഞളിന്റെ തൊലിയും കഴഞ്ചിയുടെ വിത്തും കൂടി ഗോമൂത്രത്തിൽ അരച്ച് തേച്ചാൽ ഹെർണിയയും പ്രോസ്റ്റേറ്റ് വീക്കവും ശമിക്കും. 12 മരമഞ്ഞളും ത്രിഫലയും കനലിലിട്ട് ചുട്ട് ചാരമാകാതെ കരിച്ച് ക്ഷീരബല 101 ആവർത്തി ചേർത്തരച്ച് നെറുകയിൽ തളം വെച്ചാൽ ശിരസിലെ കഫം ഇളകിപ്പോകും, കണ്ണുനീർ പോയി കണ്ണുനീർ ഗ്രന്ഥി ശുദ്ധി വരും. നേത്ര ചികിത്സയ്ക്ക് മുമ്പ് ഇത് ചെയ്യുന്നത് കൊണ്ട് നേത്രശുദ്ധി ഉണ്ടാവുകയും കാഴ്ച വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യും. 13 മരമഞ്ഞൾ തൊലി, പർപ്പടകപ്പുല്ല്, അരയാൽമുട്ട്, താമരയല്ലി, നാഗപ്പൂവ്, പച്ചില ഇവ കഷായം വെച്ച് ശർക്കര ചേർത്ത് സേവിച്ചാൽ ശക്തിയേറിയ ജ്വരവും ശമിക്കുന്നതാണ്. ഈ കഷായം മലർവെള്ളം ചേർത്ത് കുടിച്ചാൽ ഛർദി ശമിക്കുന്നതാണ്. ഉദര രോഗങ്ങൾക്കും നല്ലതാണ്. 14 മരമഞ്ഞൾ ചതച്ചിട്ട് തിളപ്പിച്ച എണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടിയാൽ കരപ്പനും ചൊറിച്ചിലും ചൊറിഞ്ഞ് വെള്ളം ഒലിക്കുന്നതുമെല്ലാം ശമിക്കും. മരമഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ സോപ്പ്, ഷാമ്പുവും ഒക്കെ ഒഴിവാക്കണം. 15 മരമഞ്ഞളും കറുകപ്പുല്ലും ഗുൽഗുലുവും ചേർത്ത് ചാണകവറളിയിൽ ഇട്ട് പുകച്ചാൽ അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ശമിക്കാനും വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകാനും രോഗാണുക്കളെ നശിപ്പിക്കാനും നല്ലതാണ്. ചാണകവറളി ഇല്ലെങ്കിൽ കനലിൽ പുകയ്ക്കുകയും ചെയ്യാം. 16 വായിലെ പുണ്ണിന് മരമഞ്ഞൾ തൊലി 60 ഗ്രാം ഒരിടങ്ങഴി വെള്ളത്തിലിട്ട് കുറുക്കി ഉരിയാക്കുക. അത് തണുത്തു കഴിയുമ്പോൾ ചൂർണമാക്കിയ പൂങ്കാവി 15 ഗ്രാം, ചെറുതായി ചൂടാക്കി പൊടിച്ച പൊൻകാരം 15 ഗ്രാം എന്നിവ ചേർത്ത് അത് ഇളക്കി 1 ഔൺസ് തേൻ ചേർത്ത് കുലുക്കി ആവശ്യത്തിനെടുത്ത് കവിൾ കൊള്ളുക. അപ്പോൾ മാറുന്നതാണ്. 17 കപ്പലുമാവിന്റെ തൊലി, മരമഞ്ഞൾ, പിച്ചകവേര് എന്നിവ കഷായം വെച്ച് കവിൾ കൊള്ളുന്നത് വായ്പുണ്ണിന് നല്ലതാണ്. ഉള്ളിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, അത് അമീബിക് അതിസാരം മാറ്റുന്നതായിരിക്കും. 18 വ്രണവും കുരുവും ഉണങ്ങാത്തതാണെങ്കിൽ മരമഞ്ഞളിന്റെ തൊലി പൊടിച്ച് പുരട്ടാവുന്നതാണ്, ശമനമുണ്ടാകും. 19 കുരു പൊട്ടി ചലം വന്ന് നീരായി ഒലിച്ചിറങ്ങുന്നതിന് ചന്ദനം, മരമഞ്ഞൾ, നറുനീണ്ടി എന്നിവ അരച്ചിട്ടാൽ ശമനം വരുന്നതാണ്. 20 മഞ്ഞൾ, മരമഞ്ഞൾ, തെറ്റാമ്പരൽ എന്നിവയുടെ കഷായം സേവിക്കുന്നത് പ്രമേഹത്തിന് നല്ലതാണ്. 21 മരമഞ്ഞൾ കഷായം വെച്ച് കഴിച്ചാൽ അമിതമായ ദേഹച്ചൂട് ശമിക്കുന്നതാണ്. 22 മരമഞ്ഞൾ തേങ്ങാപ്പാൽ ചേർത്ത് സേവിച്ചാൽ തൊലിക്ക് നല്ല തിളക്കം കിട്ടുന്നതാണ്. 23 മരമഞ്ഞൾ തേങ്ങാപ്പാൽ ചേർത്ത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ മുറിവുകൾ കരിയും. തേങ്ങ എണ്ണയിലും വേണമെങ്കിൽ ഇത് പ്രയോഗിക്കാവുന്നതാണ്. 24 മരമഞ്ഞൾ പാൽ ചേർത്ത് സേവിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കുന്നതാണ്. 25 മരമഞ്ഞൾ തേനിൽ ചേർത്ത് സേവിച്ചാൽ മെൻസസ് ക്രമത്തിലാവും. 26 മരമഞ്ഞൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ മരമഞ്ഞൾ കഷായം വെച്ച് കുടിക്കുകയോ ചെയ്താൽ അൾസർ ശമിക്കുന്നതാണ്. 27 മരമഞ്ഞൾ പൊടിച്ച് നെല്ലിക്ക നീരും തേനും ചേർത്ത് സേവിച്ചാൽ
മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടും മാറുന്നതാണ്. 28 മരമഞ്ഞൾ ഇടിച്ചു പിഴിഞ്ഞ് നീര് തിളപ്പിച്ച് വറ്റിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ ജിഹ്വാരോഗങ്ങൾക്കും സൈനസ് രോഗങ്ങൾക്കും രക്തശുദ്ധിക്കും പ്രയോഗിക്കാവുന്നതാണ്. 29 മരമഞ്ഞൾ, വേപ്പിൻപട്ട, ഏകനായകം, ചിറ്റമൃത്, വേങ്ങാക്കാതൽ, കരിങ്ങാലിക്കാതൽ എന്നിവ കഷായം വെച്ച് ത്രിഫല ചൂർണം ചേർത്ത് രാവിലെയും വൈകിട്ടും സേവിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ്. 30 മരമഞ്ഞൾ പൊടിച്ച് അരിക്കാടിയിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ സേവിച്ചാൽ അസ്ഥിസ്രാവം അഥവാ വെള്ളപോക്ക് ശമിക്കുന്നതാണ്. 31 മരമഞ്ഞൾ വാച്ച് വിളക്കെണ്ണ ചേർത്ത് ചൂടാക്കി തൊണ്ടയിൽ പുരട്ടിയാൽ തൊണ്ടവേദന, തൈറോയിഡ്, ഗോയിറ്റർ, ടോൺസിലൈറ്റിസ് മുതലായവയ്ക്ക് ശമനവും കിട്ടും. 32 മരമഞ്ഞൾ പൊടി വെളിച്ചെണ്ണയിൽ കുഴച്ച് ലേപനം ചെയ്താൽ ക്ഷതങ്ങൾ ശമിക്കുന്നതാണ്. 33 മരമഞ്ഞൾ പൊടി പാൽ ചേർത്ത് പേസ്റ്റാക്കി മുഖത്ത് തേച്ച് കുറേ സമയം കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മുഖക്കുരുവും ഇരുണ്ട പാടുകളും മാറുന്നതാണ്. 34 മരമഞ്ഞൾ പൊടി ചേർത്ത ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ശരീരവേദന, പേശിവേദന എന്നിവ ശമിക്കുന്നതാണ്. 35 മരമഞ്ഞൾ ചേർത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നാവിന്റെ മരവിപ്പും രുചി അറിയാൻ കഴിയാത്ത അവസ്ഥയും ശമിക്കുന്നതാണ്. 36 മരമഞ്ഞൾ പൊടി വെള്ളം ചേർത്ത് പേസ്റ്റാക്കി ലേപനം ചെയ്താൽ ക്ഷതമേറ്റ് രക്തം കട്ടപിടിച്ചതും രക്തസ്രാവവും ശമിക്കുന്നതാണ്. 37 ആട്ടുകൊട്ടപ്പാല, കാട്ടുവെള്ളരി, കരളകം, വേലിപ്പരുത്തിമണി, കഞ്ചകം, അതിവിടയം എന്നിവ കത്തിച്ച ഭസ്മം, ചരളം, മരമഞ്ഞൾ തൊലി, മഞ്ഞൾ, ഏലത്തരി, ഇരുവേലി, മഞ്ചട്ടി, ചുവന്ന അരത്ത, കാർഗോലരി എന്നിവ അരച്ചു കലക്കിയ ലായനിയിൽ ചേർത്ത് വീട്ടിലും പരിസരത്തും തളിച്ചു കഴിഞ്ഞാൽ അവിടം വിമുക്തമാകും, അണുകീടങ്ങൾ നശിക്കും. 38 നിലംപരണ്ട ചതച്ച് നെല്ലിക്ക അളവ് കെട്ടിയിട്ട് കഞ്ഞി വെച്ച് കഴിയുമ്പോൾ കിഴി പിഴിഞ്ഞു മാറ്റി ആ കഞ്ഞി പ്രഭാതത്തിൽ കുടിക്കുകയും മരമഞ്ഞൾ കഷായം രാവിലെയും വൈകിട്ടും കുടിക്കുകയും ചെയ്താൽ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ ശമിക്കും. 39 മരമഞ്ഞൾ പാൽക്കഷായം വെച്ച് കഴിച്ചാൽ നേത്രരോഗങ്ങൾ ശമിക്കുന്നതാണ്. 40 മരമഞ്ഞൾ പൊടിച്ച് ലേപനം ചെയ്യുകയും കഷായം വെച്ച് കഴിക്കുകയും ചെയ്താൽ ചൊറിചരങ്ങൾ ശമിക്കുന്നതാണ്. 41 മരമഞ്ഞൾ കഷായം വെച്ച് ആർത്തവത്തിന് ഒരാഴ്ച മുമ്പ് മുതൽ കഴിച്ചു വന്നാൽ അത്യാർത്തവം ശമിക്കുന്നതാണ്. മരമഞ്ഞൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും മതിയാവും. 42 മരമഞ്ഞൾ കഷായം വെച്ച് കുടിച്ചാൽ അമിതമായ ചൂട് അഥവാ സർവാംഗ സന്താപം ശമിക്കും. വാതാധിക്യമുള്ള സർവാംഗ സന്താപത്തിന് അത് അത്ര ഫലപ്രദമാകില്ല. പിത്താധിക്യമുള്ളതും പ്രമേഹം കൊണ്ടുണ്ടായതുമായ സർവാംഗ സന്താപം തീർച്ചയായിട്ടും ശമിക്കും. 43 നവജാത ശിശുക്കൾക്ക് ഉഷ്ണം വർദ്ധിച്ച് ശോധനക്കുറവും വിശപ്പില്ലായ്മയും ഉണ്ടായാൽ മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് ഇരുന്ന് തിരുമ്മി അത് പിഴിഞ്ഞു കൊടുക്കുന്നതും കൂടെ മരമഞ്ഞൾ വെന്ത വെള്ളം 1 മുതൽ 5 തുള്ളി വരെ കൊടുക്കുന്നതും നല്ലതാണ്. 44 മുറിവിന് മരമഞ്ഞൾ പൊടി വെച്ച് കെട്ടുന്നത് നല്ലതാണ്. ആഴമുള്ള മുറിവാണെങ്കിൽ കോറത്തുണി തിളച്ച വെള്ളത്തിലിട്ട ശേഷം ചൂടാറി കഴിഞ്ഞ് മുറിവിന് മുകളിൽ വെച്ച് അതിനു മുകളിൽ മരമഞ്ഞൾ പൊടി ഇട്ട് കെട്ടിവെക്കുക, മുറിവ് കരിയും. 45 പതിവായി മഞ്ഞളിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കീടവിഷം മുതലായ ചെറിയ ജംഗമ വിഷമങ്ങളൊന്നും നമ്മളെ ഏൽക്കില്ല. 46 100 ഗ്രാം മരമഞ്ഞൾ ചതച്ച് 2 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് 4 ഗ്ലാസ് ആക്കി ഓരോ ഗ്ലാസ് വീതം രാവിലെയും വൈകിട്ടും സേവിച്ചാൽ കമ്പ്, തുരുമ്പിച്ച ആണി, ഇരുമ്പ്, പഴയ ഈർക്കിൽ മുതലായവ കൊണ്ട് മുറിഞ്ഞ് സെപ്റ്റിക്കായി വ്രണമായത് ശമിക്കുന്നതാണ്. ടെറ്റനസ് രോഗത്തെ പ്രതിരോധിക്കാനും ഇതിന് കഴിവുണ്ട്. 47 വ്രണം, ചൊറി, സിഫിലിസ്, ശീതപിത്തം എന്നീ അസുഖങ്ങൾക്ക് മരമഞ്ഞളിന്റെ വേരും തൊലിയും തണ്ടുമിട്ട് കഷായം വെച്ച് 30 മില്ലി ലിറ്റർ വീതം ദിവസം 3 നേരം കുടിക്കുകയും അതുപയോഗിച്ച് കഴുകുകയും ചെയ്താൽ ശമനമുണ്ടാകും. 48 മരമഞ്ഞൾ കൊത്തിയരിഞ്ഞ് അതിൻ്റെ 16 ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് വറ്റിച്ച് 4-1 അതരിച്ച് അതിൽ അത്രയും പശുവിൻ പാൽ ചേർത്ത് വറ്റിക്കുക. വെള്ളം മുഴുവൻ വറ്റിയതിനു ശേഷം അത് ഉണക്കി സൂക്ഷിക്കുക. ഈ രസാഞ്ജനം നേത്രരോഗങ്ങൾക്ക് ഉപയോഗിക്കാം. കൂടാതെ കാഴ്ചശക്തി കൂടുന്നതിന് ഇത് ദിവസേന കണ്ണിലെഴുതുന്നത് നല്ലതാണ്. 49 1.5 കഴഞ്ച് മരമഞ്ഞൾ തൊലി 1.5 ഔൺസ് വെപ്പുകാടിയിൽ കലക്കി തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ മൂത്രാശയത്തിലെ കല്ല് വീണു പോകുന്നതാണ്. കൃഷി വിവരങ്ങളെ നോക്കാം. മരമഞ്ഞൾ ഒരു കാട്ടുസസ്യമാണെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണത്തെ മുൻനിർത്തി
ഇവ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ കണ്ടുവരുന്ന മരമഞ്ഞളിനെ കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ്. തൃശൂർ പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ തൈകൾ ടിഷ്യൂ കൾച്ചർ രീതിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. വനത്തിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇവയുടെ വിത്ത് മുളച്ച് പുതിയ തൈകൾ ഉണ്ടാകും. എന്നാൽ വനത്തിന് പുറമെയുള്ള കാലാവസ്ഥയിൽ ഇവിടെ വിത്തുകൾക്ക് മുളയ്ക്കൽ ശേഷിയില്ല. വേരിൽ നിന്നുണ്ടാകുന്ന തൈകളാണ് പൊതുവെ സാധാരണ കൃഷിക്കാര് കൃഷിയിടങ്ങളിൽ നടാൻ ഉപയോഗിക്കുന്നത്. വളർന്നു പൊങ്ങിയാൽ ഇവയ്ക്ക് പടർന്നു കയറാൻ താങ്ങു വേണ്ടി വരും. ദീർഘനാൾ നിൽക്കുന്ന ഒരു വള്ളിച്ചെടി ആയതിനാൽ ആയുസ്സുള്ള മരങ്ങളുടെ അടിയിൽ കുഴികളിൽ വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ് എന്നിവ നിറച്ച് തൈകൾ നടാം. പുതിയ ഇലകൾ വരുന്നത് വരെ നനച്ചു കൊടുക്കണം. 4 വർഷമാകുമ്പോഴേക്കും വള്ളികൾക്ക് അത്യാവശ്യം തടി വയ്ക്കും. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഇത്തിക്കര പക്കി എന്ന സിനിമയിൽ ബിച്ചു തിരുമല എഴുതി, PS ദിവാകരൻ സംഗീതം നൽകി, P ലീല, അമ്പിളി എന്നിവരും കോറസും ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: വയനാടൻ മരമഞ്ഞൾ മുറിച്ച പോലെ 14-ാം രാവിൽ പൂത്ത നിലാവു പോലെ. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.